എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് 178-ാമത്തെയാണ്. ഈ ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ 28-ാമത്തെ വീഡിയോ ആണ്. അതായത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ 7-ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടു. അപ്പം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം 7-ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ഹാഫാണ് ഈ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ എന്തുവാ കണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെ ഈ വോളണ്ടറി ആക്ഷൻസ്, നെർവ്സ്, ബ്രെയിന്, ഇൻവോളണ്ടറി ആക്ഷൻസ്, അതിൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെ രീതി എങ്ങനെയാണ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ രീതി എങ്ങനെയാണ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന് മെസ്സേജ് കൺവേ ചെയ്യുന്നത്, ഇതെല്ലാം ഇന്നലെ നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് കണ്ടു. അത് കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ടും ഉണ്ടായിരുന്നു. അപ്പം സയൻസ് പഠിക്കാത്തവർക്കായിട്ട് വേണ്ടി ഞാൻ പറഞ്ഞു, ഒടുക്കലത്തെ ഒരു ലൈൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയെന്ന്. അതിനെ ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അത് ഈ പുറലോകത്തുള്ള സാധനങ്ങളെയെല്ലാം ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വലിച്ചെടുക്കുന്നു, ഇൻഫർമേഷനായിട്ട് വലിച്ചെടുത്ത് അതിനെ ബ്രെയിനിന് അയക്കുന്നു. ബ്രെയിന് നെർവ്സ് വഴി കൈക്കും കാലിനും മറ്റ് അവയവങ്ങൾക്കും ഓർഡർ കൊടുക്കുന്നു. അതുപ്രകാരം നടക്കുന്നു, ദേഹത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്നു. അത് ഒരു പോയിൻ്റ്. അത് വോളണ്ടറി ആക്ഷൻ. അതായത് ബ്രെയിനിൻ്റെ ബോധത്തോടു കൂടി, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ബോധത്തോടു കൂടി ചെയ്യുന്ന ആക്ഷൻസ്. അതിനു പുറമേ ഇതേ ബ്രെയിന് ഒരു നമ്മുടെ ആമാശയത്തിൻ്റെ പുറയിലുള്ള ഒരു നെർവ്സിൻ്റെ ഗാംഗ്ലിയോൺ, നെർവ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉരുട്ടി വെച്ചിരിക്കുന്ന മാതിരി ഒരു ഉരുണ്ടയായിട്ട് നമ്മൾ വിചാരിക്കാം. ആ ഗാംഗ്ലിയോൺ, അതിൻ്റെ പേരാണ് സോളാർ പ്ലക്സസ്. അപ്പം ഈ ബ്രെയിൻ തന്നെ സോളാർ പ്ലക്സസിനും കൂടെ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അപ്പം ഈ സോളാർ പ്ലക്സസ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം സോളാർ പ്ലക്സസിൽ ആ ഇൻഫർമേഷൻ പോയാൽ അത് നമ്മുടെ ഉപബോധ മനസ്സിന് പോയി എന്നർത്ഥം. അപ്പം ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒന്നിച്ചാണെങ്കിൽ പെട്ടെന്ന് ആ കാര്യങ്ങളെ നടത്തി തരാനുള്ള ശക്തി സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടും. ഓക്കെ, അതേ സമയത്ത് നമ്മൾ വിചാരിക്കുമ്പം എല്ലാ പ്രാവശ്യവും അത് നേരായിട്ട് എന്തുകൊണ്ട് നടന്നില്ല എന്ന് വെച്ചാൽ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടെ പൊരുതുന്നു എന്ന് വെച്ചാൽ രണ്ടും കൂടെ ചേർന്ന് ഹാർമോണിയസ് ആയിട്ടല്ല അത് നോക്കുന്നത്. അതിന് കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഈ സയൻസ് ബേസ്ഡ് ഒരുപാട് എവിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലയോ നെഗറ്റീവായിട്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് നെഗറ്റീവായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അതായത് അവർക്ക് മരുന്നില്ല, കീമോതെറപ്പി വർക്ക് ചെയ്യത്തില്ല, ഇത് ഫെയിൽഡ്, അത് ഫെയിൽഡ്, ഡോക്ടേഴ്സ് എത്ര ശ്രമിച്ചിട്ടും ഫെയിലായിപ്പോയി, അവരതുകൊണ്ട് മരിച്ചു അന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിലും ബുക്സിലും ഒക്കെ പഠിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം അതിനെ കയറി പിടിച്ചാൽ എന്തു ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡ് ആ വക കാര്യങ്ങളെ കയറി പിടിച്ചാൽ അതിലൊരു കോപ്പിയാണ് സോളാർ പ്ലക്സസിൽ പോകുന്നത്. അത് സോളാർ പ്ലക്സസിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുമ്പം സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളുടെ ദേഹത്തിനെ നേരാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, അതിന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പവർ ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് നെഗറ്റീവായിട്ട് ചിന്ത പോകുന്ന കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് എന്തോ വിചാരിക്കും, അതിന് കൊടുക്കപ്പെട്ട ബ്ലൂ പ്രിൻ്റ് ഇങ്ങനെയാണ്, നെഗറ്റീവ് തോട്ട്സാണ്, നെഗറ്റീവ്ലി എവിഡൻസ് ബേസ്ഡ് സയൻറ്റിഫിക് ഫാക്ട്സാണ് അതിന് പോകുന്നത്. വലിയ വലിയ ജേർണൽസിൽ വായിക്കുന്നു, ന്യൂസ് പേപ്പറിൽ വായിക്കുന്നു, ന്യൂസിൽ കേൾക്കുന്നു, ഒരുപാട് കഥകൾ കേൾക്കുന്നു. അപ്പം ഇതിനൊരു ക്യൂർ ഇല്ല. അപ്പം ഈ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനെ മാറ്റാൻ ഒക്കത്തില്ല. അതെന്ന് ഉറച്ച ഒരു നെഗറ്റീവ് വിശ്വാസം
ഇയാൾ കണ്ട് അതിനെ സബ് കോൺഷ്യസ് മൈൻഡിൽ അയച്ചു കഴിഞ്ഞു, ബ്ലൂ പ്രിൻ്റായിട്ട് അയച്ചു കഴിഞ്ഞു. അപ്പം സബ് കോൺഷ്യസ് മൈൻഡിന് ഇയാളെ നേരെ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിൻ്റേതായ ശക്തിയുണ്ട്. എന്നിട്ടും അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കിട്ടിയ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് ചെയ്യുമ്പോൾ രോഗി ക്യാൻസറിൽ തന്നെ മരിക്കും. യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പം യാതൊരു കാരണം കൊണ്ടും നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ തലയ്ക്കകത്ത് പോകരുത്. അതാണ് ദ പവർ ഓഫ് തോട്ട്സ്. ഓക്കെ, വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലും ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും അടിച്ചുറച്ച് കേൾപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെയും ഒരാഗ്രഹം. ഓക്കെ, ഇതൊരു പോയിൻ്റ്. പിന്നെ അപ്പം ഇതിൽ വേറൊരു കാര്യം നമ്മൾ നേരത്തെ കണ്ടു, അതും ഇനി ഒരു പ്രാവശ്യം പറയാം. അതായത് നമ്മുടെ ദേഹത്ത് മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്, കോടാനുകോടി ചെറിയ 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 കണ്ണിന് കാണാൻ വയ്യാത്ത സെൽസ് ഉണ്ട്. അപ്പോൾ ഓരോ സെല്ലിനും അതിൻ്റേതായ ബുദ്ധിയുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്. പിന്നെ എല്ലാ സെൽസിനും ഒരു കലക്റ്റീവായിട്ടുള്ള ബുദ്ധിയുണ്ട്. ഈ കലക്റ്റീവായിട്ടുള്ള ബുദ്ധി എവിടെ നിന്ന് കിട്ടുന്നു? നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കിട്ടുന്ന സിഗ്നലാണ് കലക്റ്റീവ് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് കാണുന്നോ, എന്ത് വിചാരിക്കുന്നോ, എന്ത് ചിന്തിക്കുന്നോ, അതായിരിക്കും നമ്മുടെ സെൽസൊക്കെ നടത്തുന്നത് പൊതുവെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഷ്യസ് മൈൻഡിൽ നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ. അപ്പം അതിൻ്റെ ഒരു കോപ്പി സബ് കോൺഷ്യസ് മൈൻഡിലും കൂടെ പോകുമ്പം രണ്ടും ഹാർമോണിയസ് ആയിട്ട്, രണ്ടും ഒരേപോലെ ചിന്തിച്ചാൽ അത് സംഭവിക്കും. അപ്പം ഈ നല്ലത് നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ ചിന്തിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ സെൽസൊക്കെ, ഈ പഴയ സെൽസൊക്കെ മരിക്കുന്നത്, പുതിയ പുതിയ സെൽസ് ഉണ്ടാക്കുന്നു. അതും നമ്മുടെ ദേഹമാണ് ചെയ്യുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ ഉള്ള സെൽസേ അല്ല ഇപ്പം നമ്മളുടെ ദേഹത്തുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഇന്നർ ഗാർമെൻ്റ് ഇടുന്നു, ഒരു ബനിയൻ ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഷിമ്മി ഇടുന്നു. ആ ഷിമ്മിയോ ബനിയനോ അഴിക്കുമ്പം അതിനകത്ത് ആയിരക്കണക്കിൽ ഡെഡ് സെൽസ്, നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് അതിനകത്ത് കാണും. ഓക്കെ, അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ സെൽസ്, ഈ സ്കിന്നിൻ്റെ പുറത്തുള്ളതെല്ലാം ഡെഡ് സെൽസാണ്. അതുകൊണ്ടാണ് തേച്ച് കുളിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ തേച്ച് കുളിക്കുമ്പം ആ ഡെഡ് സെൽസ് എല്ലാം മാറിയിട്ട് പുതിയ പുതിയ സെൽസ് ഉണ്ടാകും. അപ്പം സയൻറ്റിസ്റ്റിൻ്റെ കണക്ക് അനുസരിച്ച് 11 മാസത്തിനൊരിക്കൽ നമ്മളുടെ ഫുൾ ബോഡിയും മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു വർഷത്തിലൊരിക്കൽ പുതിയ പുതിയ ബോഡിയാണ് നമുക്ക് വരുന്നത്. പുതിയ പുതിയ ബോഡി എന്ന് വെച്ചാൽ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ അതുപോലെ ആയിരിക്കും, പക്ഷേ ഉള്ളിലുള്ള സെൽസ് എല്ലാം പുതുപ്പിക്കപ്പെടും. ഓക്കെ, പഴയ സെൽസ് എല്ലാം തള്ളിക്കളഞ്ഞിട്ട് പുതിയ പുതിയ സെൽസ് അവിടെ ഉണ്ടാകും. ഓക്കെ, പക്ഷേ ആ സെൽസിനും അതേ ഇൻ്റലിജൻസ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാം ജീൻ ബേസ്ഡാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ പുതുപ്പിക്കപ്പെടുന്ന കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ തലയെഴുത്തിനെ നമുക്കും മാറ്റാം. തലയിലെഴുത്ത്, തലവിധി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ നേരത്തെ കുറിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ. പക്ഷേ അതിനെ നമുക്ക് മാറ്റാനും പറ്റും. ഒരളവിന് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ലെവൽ വരെ നമുക്ക് മാറ്റാൻ പറ്റും. അത് എങ്ങനെ മാറ്റുന്നു എന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് വലിയ വലിയ ആൾക്കാരൊക്കെ നിൻ്റെ ജീവിതം നിൻ്റെ കയ്യിൽ, നീ എങ്ങനെ വിചാരിക്കുന്നോ അതുപോലെ, നീ എന്ത് കഴിക്കുന്നോ അതുപോലെ നിൻ്റെ ദേഹം, നീ എന്ത് ചിന്തിക്കുന്നോ അതുപോലെ നീ ജീവിക്കും, ഇതൊക്കെ പറഞ്ഞു വെച്ചതിൽ അർത്ഥമുണ്ട്. ഓക്കെ, അപ്പം ഒരു നെഗറ്റീവ് തോട്ടും നമ്മുടെ മനസ്സിനകത്ത് കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നമ്മളുടെ ഈ തലവരയെ എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞാൽ, ഈ 11 മാസത്തിനൊരിക്കൽ, ശരി 12 വർഷത്തിലൊരിക്കൽ നമുക്ക് പുതിയ പുതിയ സെൽസ് ഉണ്ടാകുന്നു, പുതിയ പുതിയ ബോഡിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഉള്ളപ്പം ഓൾറെഡി അതിനകത്ത് ജീൻസിൽ പതിച്ച് വെച്ചിരുന്നാൽ പോലും
നമ്മളുടെ ചിന്താഗതിയെ മാറ്റുന്ന കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അതാണ് ദ ഡെസ്റ്റിനി ഈസ് ഇൻ യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമുക്ക് ദൈവം ഒരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. ഫ്രീ വിൽ നമുക്ക് 6 അറിവുണ്ട്. പ്രാണികളുടെ കൂട്ട് 5 അറിവല്ല, 6 അറിവ് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇടത്തെ വശത്തും പോകാം, വലത്തെ വശത്തും പോകാം. 2 വഴിയുണ്ട്. അപ്പം ഏത് വഴി കൂടെ ഇടത്തെ വശത്ത് പോയാൽ നമുക്ക് ഒരു രീതി, വലത്തെ വശത്തോട് പോയാൽ വേറൊരു രീതി. അപ്പം ഏത് വഴി കൂടെ പോകണം എന്നുള്ള ചോയ്സ് നമ്മളുടെ കയ്യിൽ. അതിന് പേരാണ് ഫ്രീ വിൽ. ഫ്രീ വിൽ എന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നീ നെഗറ്റീവായിട്ട് ചിന്തിച്ച് നശിച്ചു പോകണോ, അതോ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നന്നായി വരണോ എന്നുള്ളതിൻ്റെ ചോയ്സ് നമ്മുടെ കയ്യിൽ. അതിനെയാണ് തലയെഴുത്ത് തലവരയെ മാറ്റാം, തലയിലെഴുത്ത് നിൻ്റെ ജീവിതം നിൻ്റെ കയ്യിലാണ് എന്നൊക്കെ അക്കാലത്തെ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക. ചിന്തിച്ച് നമ്മുടെ മനസ്സിനകത്തും ഉപബോധ മനസ്സിനകത്തും ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന നെഗറ്റിവിറ്റിയൊക്കെ മാറും. തന്നെത്താനെ നെഗറ്റിവിറ്റി ആ സ്ഥലം വിട്ട് പോകും. ഓക്കെ, അതുമാത്രമല്ല എപ്പോഴും പറയുന്നത് ഇറ്റ് ഈസ് നോർമൽ ടു ബി ഹെൽത്തി. നമ്മളെല്ലാവരുമേ ആരോഗ്യമായിട്ട് ജീവിക്കുന്നതാണ് ലൈഫിൻ്റെ ഒരു തത്വം. അപ്പോൾ അസുഖം വരാതെ നോർമലായിട്ട് ജീവിക്കുന്നതെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതമാണ്. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത് ആക്സിഡൻ്റ് ആകാം, ചില അസുഖങ്ങൾ വരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ പല കാരണങ്ങളെ കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കാണുന്ന കാഴ്ച, നമ്മളുടെ ചിന്ത, നമ്മളുടെ ചുറ്റിലുള്ളവരുടെ വിചാരങ്ങൾ, നമ്മളുടെ ജീൻസിലുള്ള പതിവുകൾ, രജിസ്റ്റേർഡ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പം ചിലപ്പോൾ എല്ലാം നെഗറ്റീവായാൽ അസുഖങ്ങൾ വരാം. അപ്പോൾ അസുഖങ്ങൾ വരുന്നത് നോർമൽസി അല്ല. നോർമൽസി എന്ന് പറയുന്നത് ദ ലോ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. നമ്മൾ ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നതാണ് നോർമൽസിയിൽ ഉള്ളത്. പക്ഷേ ഇടയിൽ അസുഖങ്ങളും വന്നാലും അതിനെ മാറ്റാനുള്ള ശക്തിയും നമ്മളുടെ ഉപബോധ മനസ്സിന് ഇഷ്ടം പോലെ തന്നാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ രീതിയിൽ പോക്കിന് വിടണം. ഓക്കെ, സയൻസിൽ ഇതാണ് പറയുന്നത്, അതെങ്ങനെ നടക്കും, ഇതൊക്കെ ശരിയല്ല, അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ആർഗ്യൂ ചെയ്ത് തെറ്റായിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് അയച്ചാൽ അത് നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ആ രോഗത്തോടു കൂടി തന്നെ ജീവിക്കേണ്ടി വരും. ഇപ്പം ഒട്ടുമൊത്ത ആൾക്കാരുടെയും ചിന്താഗതി ശരിയില്ലാത്ത കൊണ്ട് മാത്രമാണ് അവർക്ക് കൂടുതൽ രോഗങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം ഹീൽ യുവർ ബോഡി, നേരത്തെ ഒരു 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. ലൂയി ഹേ അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ നമ്മളുടെ ചിന്താഗതി മാറുമ്പം അത് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നു, അത് എങ്ങനെ ആ ബാധിച്ച മനസ്സ് നമ്മുടെ ദേഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അത് എങ്ങനെ ദേഹത്തിൽ ഡിസീസായിട്ട് വരുന്നു എന്നൊക്കെ വളരെ ക്ലിയറായിട്ട് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടീവായിട്ടാണ് ഈ ഉപബോധ മനസ്സിൻ്റെ ബുക്കിൻ്റെ റിവ്യൂവും പോകുന്നത്. ഓക്കെ, അപ്പം ഇതിലെ 2 എക്സാമ്പിൾ. ഒന്ന്, 1917 നോട്ടിലസ് മാഗസീനിൽ വന്ന ഒരു കാര്യം, ഒരു സത്യമായിട്ട് നടന്ന ഒരു കാര്യം. ഒരു പയ്യന് TB വന്നു. ഈ TB എന്ന് വെച്ചാൽ ഈ നട്ടെല്ലിൽ TB വന്നു. നട്ടെല്ലിൽ TB വന്ന് കൈയും കാലും ഒക്കെ അങ്ങ് വളഞ്ഞ് ഒരുമാതിരിയായിപ്പോയി. എന്നുവെച്ചാൽ നട്ടെല്ലിൽ നിന്ന് ഇന്നലെ തന്നെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പൈനൽ നെർവ്സാണ് വരുന്നത്. നട്ടെല്ലിൽ നിന്ന് ഒരുപാട് നെർവ്സ് ഇങ്ങനെ വരും 2 സൈഡും. അപ്പോൾ ഈ നട്ടെല്ലിൽ TB വന്നുകൊണ്ട് അവന് ദേഹം നേരെ അല്ലായിരുന്നു, കുറുകി എങ്ങനെയൊക്കെയോ വളഞ്ഞൊക്കെ ആയിരുന്നു അവൻ്റെ ദേഹം വളർന്നു വന്നത്. പക്ഷേ അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്യൂറബിൾ, അതിനെ ചികിത്സിക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. പക്ഷേ ഈ പയ്യൻ എന്തോ ചെയ്തു,
പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓക്കെ, ഈ പ്രാർത്ഥിച്ചപ്പം അവൻ പറഞ്ഞത്, എൻ്റെ ഈ ഏണേ കോണേ മാണേ എന്നുള്ള ഈ വളഞ്ഞ് കൊളഞ്ഞ് കിടക്കുന്ന എൻ്റെ ഈ ദേഹം നേരെയാകും, ഞാനും മറ്റവരുടെ കൂട്ട് സ്ട്രെയിറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നടക്കും, എൻ്റെ ദേഹം നേരെയാകും എന്ന് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഇത് പറഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന് പല പ്രാവശ്യം അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ഐ ആം ഹോൾ. അതായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്രൂക്കഡ്, ട്വിസ്റ്റഡ്, ക്രിപ്പിൾ എന്നൊക്കെയാണ് അവൻ്റെ ക്രിപ്പിൾ, ഗോയിങ് അബൌട്ട് ഓൺ ഹാൻഡ്സ് ആൻഡ് നീസ്. ഗോയിങ് അബൌട്ട് ഓൺ ഹാൻഡ്സ് ആൻഡ് നീസ് എന്ന് വെച്ചാൽ എഴയുന്ന രീതിയിലായിരുന്നു. അവന് സ്ട്രെയിറ്റായിട്ട് നിൽക്കാൻ വയ്യ, എഴഞ്ഞഴഞ്ഞാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നട്ടെല്ല് ശരിയില്ല, നട്ടെല്ലാണല്ലോ അസുഖം പിടിച്ചത്. അപ്പം കയ്യും കാലും ഒക്കെ തളർന്നു, എഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ ഒരു ആ ശക്തി, അവനെന്തോ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു. അവനെന്തോ ഒരു ദിവസം കുറേ പ്രാവശ്യം അവൻ്റെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നു. എന്തുവാ? ഐ ആം ഹോൾ. ഞാനിപ്പം അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ കൂട്ട് 4 കാലിൽ എഴയുക. പക്ഷേ അവന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നു. അപ്പോൾ എനിക്ക് അവരുടെ കൂട്ടാവണമെന്നുള്ള ആഗ്രഹം ഇല്ലയോ? അത് ആർക്കും കാണും. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐ ആം ഹോൾ, ഐ ആം പെർഫെക്റ്റ്, ഐ ആം സ്ട്രോങ്, ഐ ആം പവർഫുൾ, ഐ ആം ലവിങ്, ഹാർമോണിയസ് ആൻഡ് ഹാപ്പി. ഇത്രയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ ഓ മൈ ലോഡ്, ദൈവമേ എൻ്റെ നട്ടെല്ലിലുള്ള TBയെ മാറ്റണേ, എൻ്റെ നട്ടെല്ല് നേരെ ആവണേ, അങ്ങനെയല്ല പറഞ്ഞത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. സോ ഇവൻ മെനി ടൈംസ് ഇൻ എ ഡേ അവൻ പ്രാർത്ഥിച്ചത് എന്തുവാ? പ്രാർത്ഥിച്ചത് കൂടല്ല, അവൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചു. അഫർമേഷൻ എന്ന് വെച്ചാൽ അതാണ്. അഫർമേഷൻ മെത്തേഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇല്ലയോ? അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു. എന്തൊക്കെയാ? ഐ ആം ഹോൾ, പെർഫെക്റ്റ്, സ്ട്രോങ്, പവർഫുൾ, ലവിങ്, ഹാർമോണിയസ് ആൻഡ് ഹാപ്പി. ഇത്രയും അവൻ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞു. അപ്പം ഇതാണ് അവൻ കിടക്കുന്നതിന് മുമ്പേ, അവന് ഉറക്കത്തിലോട്ട് പോകുന്നതിന് മുമ്പേ ലാസ്റ്റായിട്ട് അവൻ പറയുന്ന വാക്ക്. അതേപോലെ രാവിലെ ഉണരുമ്പം ഫസ്റ്റായിട്ട് പറയുന്നതും ഇതാണ്. ഈ ഐ ആം ഹോൾ, പെർഫെക്റ്റ്, സ്ട്രോങ്, ഹാപ്പി, ഹെൽത്തി എന്നുള്ള വാക്കുകളായിരിക്കും പറയുന്നത്. അതുമാത്രമല്ല അവൻ മറ്റവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അവൻ മറ്റവർക്ക് വേണ്ടി, ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അത് എത്രയ്ക്ക് പറയുന്നു അത്രയ്ക്ക് നല്ലത്. അപ്പം അങ്ങനെയും കൂടെ അവൻ പ്രാർത്ഥിച്ചു. ഒടുക്കം അവൻ്റെ ഉപബോധ മനസ്സിൽ പോയിട്ട് അവനെ ഒരുവിധം നല്ല രീതിയിൽ അവൻ്റെ ദേഹത്തിനെ മാറ്റിത്തന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഗോ ദൈ വേ, ദൈ ഫെയ്ത്ത് ഹാത്ത് മെയ്ഡ് ദീ ഹോൾ. ഗോ ദൈ വേ എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഉപബോധ മനസ്സിന് ഹീലിംഗ് ഉള്ള കപ്പാസിറ്റി ഉണ്ട്, അപ്പോൾ ആ രീതിയിൽ ഞാൻ ഹീൽ ചെയ്ത് ഞാനും മറ്റവരുടെ കൂട്ട് നന്നാവണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അവനെ എത്രയോ നേരത്തെ ഈ 4 കാലിലും മുട്ടിലും ഇഴഞ്ഞുകൊണ്ടിരുന്നവൻ എത്രയോ ഭേദമായി ശരിയായി. അപ്പോൾ അത് ശരിയാകാനുള്ള കാരണം അവൻ്റെ പ്രാർത്ഥനയാണ്, അഫർമേഷനാണ്. ഓക്കെ, അതാണ്. ഇനിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു ആളിന് കണ്ണിൽ പ്രോബ്ലം ഉണ്ടായി. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് നേരെയാകുമെന്ന് തോന്നുന്നില്ല, ഇത് വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പം അയാൾ വിചാരിച്ചു, എൻ്റെ ഉപബോധ മനസ്സാണല്ലോ എൻ്റെ ഈ ദേഹത്തിനെ ഉണ്ടാക്കിയത്, അപ്പോൾ അതിന് ഈ ദേഹത്തിനെ ചികിത്സിക്കാനും നേരെയാക്കാനും ഉള്ള ശക്തി ഉണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവൻ കിടക്കുന്നതിന് മുമ്പേ ഒരു മെത്തേഡ്, ഈ പിക്ചർ മെത്തേഡ് എന്നൊന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവൻ വിഷ്വലൈസ് ചെയ്തു. അതായത് അവൻ്റെ കണ്ണൊക്കെ അടച്ച് കിടക്കുന്നതിന് മുമ്പേ ബെഡിലിരുന്നുകൊണ്ട് അവനിങ്ങനെ വിഷ്വലൈസ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടക്കുന്ന പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിനെ കണ്ടുകൊണ്ടിരുന്നു. എന്തൊരു സംഭവം? അതായത് ഏത് ഡോക്ടർ
അവൻ്റെ കണ്ണിനെ നേരെ ആക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞോ, അതേ ഡോക്ടർ അവൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കണ്ണിനെ പരിശോധിച്ചിട്ട് എ മിറക്കിൾ ഹാസ് ഹാപ്പൻഡ് എന്ന് ഡോക്ടർ ഇവൻ്റെ അടുത്ത് പറയുന്ന പോലെ വിഷ്വലൈസ് ചെയ്തു. പല പ്രാവശ്യം കിടക്കുന്നതിന് മുമ്പേ രാവിലെ ഉണർന്നാൽ ഉടനെ ഇങ്ങനെ അവൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും നൈറ്റ് കിടക്കുന്നതിന് മുമ്പേ ഒരു 5 നിമിഷം ഇത് കണ്ടിട്ടാണ് അവൻ ഉറങ്ങുന്നത്. അപ്പോൾ എന്തോ ആയി, അങ്ങനെ ഉറങ്ങി ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് അതേ ഡോക്ടറെ കാണാൻ പോയി. അപ്പം ആ ഡോക്ടർ കണ്ണിനെ പരിശോധിച്ച് നോക്കിയിട്ട് ദിസ് ഈസ് എ മിറക്കിൾ, വാട്ട് ഹാപ്പൻഡ്, ഹൗ ഇറ്റ് ഹാസ് ഹാപ്പൻഡ് എന്ന് ഡോക്ടർ പറഞ്ഞു. സത്യത്തിലും അത് നടന്ന കഥയാണ്. അപ്പം അദ്ദേഹം മനസ്സിൽ കണ്ടത് സംഭവിച്ചു. ഓക്കെ, അപ്പം ഡോക്ടർ കണ്ണ് പരിശോധിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത് ഇതൊരു മിറക്കിൾ, ഇതൊരു അതിശയമാണ്. എന്നുവെച്ചാൽ ഇത് നടക്കുമെന്ന് ഞാൻ മെഡിക്കൽ റെക്കോർഡ് പ്രകാരം മെഡിക്കൽ ഇതിൽ ഞങ്ങൾ പഠിച്ച രീതിക്ക് ഇതൊന്നും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയേ ഇല്ലായിരുന്നു. പക്ഷേ അതിന് പേരാണല്ലോ അതിശയം. മിറക്കിൾ ഹാസ് ഹാപ്പൻഡ്. എങ്ങനെ നടന്നു എന്ന് ഡോക്ടർ ഇയാളോട് തിരിച്ച് ചോദിച്ചു. അപ്പം അയാൾ എന്ത് മനസ്സിൽ കണ്ടോ അത് സംഭവിച്ചു. അപ്പം അവൻ്റെ മനസ്സിൻ്റെ ഉറച്ച വിശ്വാസം, അവൻ്റെ ഈ വിഷ്വലൈസേഷൻ മെത്തേഡ്, അവൻ്റെ സബ് മൈൻഡിൽ പോസിറ്റീവായിട്ട് അയച്ച കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് അവനെ നേരെയാക്കി. അവന് കണ്ണ് നേരെയായി. ഓക്കെ, സോ ഇതൊക്കെയാണ് വീണ്ടും പറയുന്നത്. പല എക്സാമ്പിൾസോട് കൂടിയാണ് ഈ ബുക്കിൽ ഡോക്ടർ ജോസഫ് മർഫി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പം എന്ത് വന്നാലും ശരി, നമ്മുടെ ഉപബോധ മനസ്സിനടുത്ത് നല്ലത് പറഞ്ഞാൽ അത് നമുക്ക് നടത്തിത്തരും. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ. ദ ടെൻഡൻസി ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ലൈഫ് വേർഡ്. ലൈഫ് വേർഡ് എന്ന് വെച്ചാൽ ജീവിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രധാനമായിട്ടുള്ള ജോലി. അല്ലാതെ നമ്മളെ ജീവിക്കാൻ അല്ലാതെ നശിച്ചു പോകാനോ ചീത്തയായി പോകാനോ അല്ലെങ്കിൽ പോയി സൂസൈഡ് ചെയ്യാനോ പിന്നോട്ട് വലിക്കുന്നതല്ല നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളെ ഉന്തിത്തള്ളി നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ടൂളാണ് നമ്മുടെ ഈ ഉപബോധ മനസ്സ്. അപ്പോൾ അതിൻ്റെ പവർ മനസ്സിലാക്കി നമ്മളെടുത്താൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലും പറയുന്നത്. ഇനിയും ഒരു 10 ചാപ്റ്ററുണ്ട്. ഇതിലെല്ലാത്തിലും അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ ഒന്നാണ്. അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും പറയുന്നത് ഒന്നാണ്. പല ആംഗിളിൽ അവർ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇപ്പം തന്നെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഏതെങ്കിലും ഒരു ടെക്നിക്കിനെ എടുത്ത് നമ്മളതിനെ തിരിച്ചും ചെയ്യുമ്പം നമുക്കത് പോസിറ്റീവായിട്ട് നടക്കും. അപ്പം എല്ലാവർക്കും നല്ലത് നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.